Good morning, dear students. In today's class, we will be discussing about day books. Day books consist of 4 types of books. Mainly, they are purchases day book, sales day book, purchases returns book, and sales returns book. So, we will be learning how to prepare purchases day book and sales day book in today's class. And as you know, this comes under the subdivision of journal which we've been discussing for quite a while now. So let's go through the slides. Day books is our topic of discussion today. So as I have already said, day books come under subdivision of journal. We have already learned some of the subdivisions of journal, like cash book you've learned, the types of cash book you have learned, and petty cash book you have learned, and that belongs to a category. Cash book is one category of subdivision of journal. The next category is day books. So under the category of day books, mainly what comes are purchases day book. Here it is explained, purchases day book, which is also called purchases journal. So purchases journal or purchases day book is used to record all credit purchases of goods. Okay, so make that point very clear to you. I want you all to understand that point very clearly. Purchases day book or purchases journal is the first category of day book that we are learning, and purchases day book or purchases journal is used to record all credit purchases of goods. You know where we record all cash purchases. Every time we record cash purchases, okay? Cash purchases എല്ലാം നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും അല്ലേ. ക്യാഷ് സെയിൽസ് നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസും ക്രെഡിറ്റ് സെയിൽസും റെക്കോർഡ് ചെയ്യാനായിട്ടൊരു സ്ഥലം വേണം. അതിനെയാണ് നമ്മൾ ഡേ ബുക്സ് എന്ന് വിളിക്കുക. സോ ക്രെഡിറ്റ് പർച്ചേസസ് ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് പർച്ചേസസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ എന്നറിയപ്പെടുന്ന ഡേ ബുക്ക്. നമുക്കറിയാം, നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണൽ പഠിച്ചപ്പോൾ ജേണലിനെ തന്നെ ഒന്നുകൂടെ കാറ്റഗറൈസ് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ. നമുക്കൊരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിനും കോംപ്രിഹെൻഷനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണൽ നടത്തുക എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ അതിൽ ആദ്യമാണ് നമ്മൾ ക്യാഷ് ബുക്ക് പഠിച്ചത്. അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അറ്റ് എ പർട്ടിക്കുലർ ഡേ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിത്ത് ക്യാഷ് ബുക്ക് എന്നറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്യാഷ് ബുക്ക് ഒന്ന് നോക്കിയാൽ മതി. എത്രയുണ്ട് ടോട്ടൽ റിസീറ്റ്സ്, എത്രയുണ്ട് ടോട്ടൽ പേയ്മെന്റ്സ് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ കണ്ട ജേണൽ എൻട്രീസ് മുഴുവൻ നോക്കുന്നതിന് പകരമാണ് വി ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്യാഷ് ബുക്ക്. അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അറിയണം അല്ലേ, എത്ര ക്രെഡിറ്റ് പർച്ചേസ് നമുക്കുണ്ട്, എത്ര ക്രെഡിറ്റ് സെയിൽ നമുക്കുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡേ ബുക്സ് ആണ് പർച്ചേസസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും. ഇനി അടുത്തതാണ് സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്കിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെയിൽസ് ജേണൽ. ആസ് വി ഹാവ് ഓൾറെഡി സെഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. പ്രത്യേകം ഓർക്കുക, അസറ്റിനെ കുറിച്ചല്ല നമ്മൾ പറയുക. ഗുഡ്സോ അസറ്റോ ക്യാഷ് കൊടുത്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫോംസ് ആസ് പാർട്ട് ഓഫ് ക്യാഷ് ബുക്ക്. ഇനി ഗുഡ്സ് ക്രെഡിറ്റിൽ വാങ്ങുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ പർച്ചേസസ് ഡേ ബുക്ക്. ഗുഡ്സ് ക്രെഡിറ്റിൽ സെയിൽ നടത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ക്രെഡിറ്റ്. ഓൾ ദോസ് ക്രെഡിറ്റ് സെയിൽ വിൽ ബി റെക്കോർഡഡ് ഇൻ സെയിൽസ് ജേണൽ ഓർ സെയിൽസ് ഡേ ബുക്ക്. ഓക്കെ, ഇനി അത് രണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. ഈ പർച്ചേസസ് റിട്ടേൺസ് ഡേ ബുക്കും സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പക്ഷെ ഓർക്ക് ഡേ ബുക്കിന്റെ 4 കാറ്റഗറിയിൽ പെട്ടതാണ് ഈ 4 ആൾക്കാരും എന്നോർക്കുക. ഓക്കെ, സോ പർച്ചേസസ് ഡേ ബുക്ക്, ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ഡേ ബുക്കിന്റെയും ഫോർമാറ്റ് സെയിം ആണ്. That means the number of columns are very much similar. How we record, that's also very much similar. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ തെറ്റിക്കാൻ ഏറ്റവും സാധ്യത കുറവുള്ള ഒരു ആസ്പെക്റ്റ് ആണിത്. കാരണം അതിനകത്ത് ഒത്തിരി അങ്ങനെ ന്യൂആൻസസ് ഒന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. എല്ലാത്തിലും ആദ്യം ഒരു ഡേറ്റ് കോളം കാണും, പിന്നെ ഒരു ഇൻവോയ്സ് നമ്പർ. ഈ ഇൻവോയ്സ് നമ്പർ നമുക്കുള്ളത് പർച്ചേസസ് ഡേ ബുക്കിനും സെയിൽസ് ഡേ ബുക്കിനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. സോ ഇൻവോയ്സസ് നമ്പർ കാണും. പർച്ചേസസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ നടത്തുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? ഇറ്റ് ഈസ് ദ സപ്ലയേഴ്സ് ഹു ഗീവ് us ദ ഗുഡ്സ് അല്ലേ. സോ നമ്മൾ ആരുടെ കാര്യങ്ങളായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത്? വി നീഡ് ടു റെക്കോർഡ് ദ നെയിം ഓഫ് ദ സപ്ലയർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ദ നെയിം ഓഫ് ദ സപ്ലയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി സപ്ലയർ എന്നുള്ള വാക്ക് പ്രത്യേകം ഓർക്കുക. ദെൻ ലെഡ്ജർ ഫോളിയോ, എവിടെ നിന്നാണോ നമ്മൾ ഇത് ഇങ്ങോട്ട് എടുത്തത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ദെൻ എമൗണ്ട്.
ഇനി എമൗണ്ട് എഴുതുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഓരോ സപ്ലയറിനും ഓരോ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, സോ ആദ്യത്തെ സെക്ഷൻ ഒരു പങ്കജ് ഇലക്ട്രിക്കൽസ്, വെറുതെ ഒരു പേര് കൊടുത്തതേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് സപ്ലയറുടെ പേര് കാണും. നിങ്ങൾ എഴുതേണ്ടത് ആദ്യം ഏത് ഡേയിൽ ഏത് സപ്ലയറുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത്, ഡേറ്റ് കോളത്തിൽ ആ ഡേറ്റ് കൊടുക്കുക, നെയിം ഓഫ് ദ സപ്ലയർ കൊടുക്കുക, എന്താണ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്ന് കൊടുക്കുക. ഓക്കെ, സോ യൂണിറ്റ്സും തന്നിട്ടുണ്ടാവും, പ്രൈസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ്സ് ഇൻറ്റു പ്രൈസ്, അതാണല്ലോ ടോട്ടൽ എമൗണ്ട് അല്ലേ. സോ ഈ കേസിൽ ഈ പറയുന്ന നമ്മളുടെ ബിസിനസിന്റെ ബുക്കിലാണ് ഇത് എഴുതുക. സോ ബിസിനസ് ഹാസ് പർച്ചേസ്ഡ് 50 fans at the rate of ₹1000 and 10 tube lights at the rate of ₹150 from പങ്കജ് ഇലക്ട്രിക്കൽസ്. അതാണ് ഇതിന്റെ ഈ റെക്കോർഡ് ചെയ്യുന്നതിന്റെ അർത്ഥം. ബിസിനസ് പങ്കജ് ഇലക്ട്രിക്കൽസിന്റെ കയ്യിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ പർച്ചേസ് ചെയ്തത്? 50 ഫാൻസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1000 ഈച്ച്, ഓരോന്നിനും 1000 രൂപ വെച്ച്. 10 ട്യൂബ് ലൈറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹150 ഈച്ച്, ഓരോന്നിനും 150 രൂപ വെച്ച്. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇന്നർ കോളത്തിൽ നമ്മൾ അതിന്റെ എമൗണ്ട് കാണിക്കുക. 50 into 1000 നമ്മൾ ഞാൻ 5 into 1000 എഴുതിയിരിക്കുന്നു അല്ലേ. സോ 50,000 എന്ന് എഴുതും നമ്മൾ. ദെൻ ട്യൂബ് ലൈറ്റ്സ് 150 into 10 നമ്മൾ 1500 എന്ന് എഴുതി. സോ ഇവിടെ 65,000 വരും അല്ലേ. സോ 65,000 എമൗണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സോ നെയിം ഓഫ് ദ സപ്ലയർ എഴുതുക, എത്ര യൂണിറ്റ്സ് എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് എഴുതുക, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുക. ടോട്ടൽ എമൗണ്ട് പങ്കജ് ഇലക്ട്രിക്കൽസിൻ്റെ കയ്യിൽ നിന്നും 1-ാം തീയതി വാങ്ങിയ ടോട്ടൽ ഗുഡ്സിൻ്റെ എമൗണ്ട് എത്രയാണോ അതിവിടെ കാണിക്കുക. സോ 65,000 നമ്മളിവിടെ കാണിച്ചു. 50,000 + 1,500. ദെൻ മേത്ത ആൻഡ് സൺസ്, അടുത്തത് 10-ാം തീയതി. പല ഡേറ്റ്സ് തരും, ഡേറ്റ് നിങ്ങൾ എഴുതുക, സപ്ലയറുടെ പേര് എഴുതുക, എത്ര യൂണിറ്റ്സ് എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് എഴുതുക. ഇവിടെ ഇതൊന്ന് പ്രത്യേകം നോക്കിയാൽ മതി നിങ്ങൾ. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്, നമ്മൾ പണ്ട് പഠിച്ചതായിരുന്നു ട്രേഡ് ഡിസ്കൗണ്ട് അല്ലേ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന എമൗണ്ട് ചിലപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടിന് മുമ്പുള്ളതായിരിക്കും. ലൈക്ക് ദിസ്: 10 ഇൻവേർട്ടേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹25,000 വേർ പർച്ചേസ്ഡ്, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം മേത്ത ആൻഡ് സൺസ്. 10 ഇൻവേർട്ടർ അറ്റ് ദ റേറ്റ് ഓഫ് ₹25,000 എന്നായിരിക്കും ഇവിടെ പറയുക. ഇവിടെ പർച്ചേസ് ഫ്രം പങ്കജ് ഇലക്ട്രിക്കൽസ് 50 ഫാൻസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1000 എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയുക. ഇവിടെ ഓൺ ക്രെഡിറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഡേ ബുക്ക് എഴുതുമ്പോൾ നമ്മൾ ഓൺ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രം ഒമിറ്റ് ചെയ്താൽ മതി. ഡേ ബുക്ക് എഴുതുമ്പോൾ നമ്മൾ പണ്ട് എൻട്രി എഴുതുമ്പോൾ പഠിച്ചായിരുന്നു അല്ലെ, ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രെഡിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ക്രെഡിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും അല്ലെ. അതാണ് ഇവിടെ സംഭവിക്കുക. ബോട്ട് ഫ്രം പങ്കജ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് പർച്ചേസ് തന്നെയാണ്. ബോട്ട് ഫ്രം പങ്കജ് ഇലക്ട്രിക്കൽസ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആകുന്നുള്ളൂ. ഇനി ഇവിടെ ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് എഴുതാൻ കാരണം, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് കാൽക്കുലേഷൻ നടത്തുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ 25,000 into 10 rupees 2,50,000 എന്ന് എഴുതി. അതിൽ നിന്നും ഡിസ്കൗണ്ട് ലെസ് ചെയ്യുമ്പോൾ 25,000 ലെസ് ചെയ്യുമ്പോൾ 2,25,000 കിട്ടും. 2,25,000 കിട്ടും. ജസ്റ്റ് എ മിനിറ്റ്, 2,25,000 ആണ് കിട്ടുക. സോ അതോടെ എഴുതി ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം അപ്പോൾ നമുക്ക് കാൽക്കുലേഷനിൽ വരും. ഓക്കെ, ടോട്ടൽ 2,25,000 65. സോ 2,90,000 എന്ന് വരും അല്ലേ. സോ 2,90,000 ആണ് ഇവിടെ ടോട്ടൽ എമൗണ്ട് വരിക. ഓക്കെ, സോ യു ജസ്റ്റ് ഹാവ് ടു ആഡ് ദ എമൗണ്ട് കോളം, അതിൻ്റെ നേരെ ടോട്ടൽ എന്ന് എഴുതുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് നോക്കി. പർച്ചേസസ് ഡേ ബുക്കോ സെയിൽസ് ഡേ ബുക്കോ ആണെങ്കിലും സെയിം ഫോർമാറ്റ് ആണ്. ടോട്ടൽ 5 കോളംസ് ഉണ്ട്. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് ദ സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ആദ്യം ഡേറ്റ് കൊടുക്കുക, സപ്ലയറുടെ പേര് കൊടുക്കുക, എത്ര സാധനങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങി, അത് ഇന്നർ കോളത്തിൽ അതിന്റെ എമൗണ്ട് എഴുതുക, ഔട്ടർ കോളത്തിലേക്ക് ടോട്ടൽ എമൗണ്ട് എഴുതുക. ഇനി ഒരാളുടെ ഒരു ഐറ്റം മാത്രമേ വാങ്ങിയുള്ളെങ്കിൽ നേരെ ഔട്ടർ കോളത്തിലേക്ക് എഴുതിയാലും മതി കേട്ടോ. പിന്നെ അടുത്തത് മേത്ത ആൻഡ് സൺസ്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് എഴുതുന്നു. ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ടോട്ടൽ ആഡ് ചെയ്യുന്നു. 2,25,000 + 65,000 2,90,000 നമ്മൾ എഴുതുന്നു. ഇനി ഇത് നമ്മൾ ചില കേസിലൊക്കെ നമ്മളോട് പർച്ചേസസ് ജേർണൽ, പർച്ചേസസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ തന്നെ ലെഡ്ജറിലേക്കുള്ള പോസ്റ്റിംഗ് കൂടെ കാണിക്കാൻ പറയും. ഓക്കെ, സോ പർച്ചേസസ് ഡേ ബുക്ക്, പ്രിപ്പയർ പർച്ചേസസ് ഡേ ബുക്ക് ആൻഡ് ഓൾസോ പോസ്റ്റ് ഇറ്റ് ടു ദ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ പറയുന്ന രണ്ടുപേരുടെയും, പങ്കജിന്റെയും മേത്തയുടെയും ലെഡ്ജർ അക്കൗണ്ട്സിൽ അത് എങ്ങനെയാണ് വരിക എന്നും കാണിക്കണം. അപ്പോൾ പർച്ചേസസ്, ക്രെഡിറ്റ് പർച്ചേസിന്റെ എൻട്രി നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താ ക്രെഡിറ്റ് പർച്ചേസിന്റെ എൻട്രി?
നമ്മൾ നോർമലി എന്താ ചെയ്യുക, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുക. ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ എന്ത് എഴുതും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ദ സപ്ലയേഴ്സ് എന്ന് എഴുതണം. സോ അതാണ് ഇവിടെ എഴുതുക. രണ്ടുപേർക്കും ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പങ്കജ് ഇലക്ട്രിക്കൽസ്, മേത്ത. ദിസ് കംസ് അണ്ടർ പർച്ചേസസ് ലെഡ്ജർ. അക്കൗണ്ട്സിൽ പർച്ചേസസ് ലെഡ്ജർ, പർച്ചേസസ് അക്കൗണ്ടിലാണ് നമ്മുടെ വരിക. പർച്ചേസസ് ലെഡ്ജറിൽ പങ്കജ് ഇലക്ട്രിക്കൽസ് എന്നും മേത്ത ആൻഡ് സൺസ് എന്നും കൊടുക്കുന്നു. അതിൽ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു പങ്കജ് എന്നാകുമ്പോൾ ബൈ പർച്ചേസസ് ഇവിടെ 65,000 എന്നുള്ള എമൗണ്ട് കാണിക്കുക. ബൈ പർച്ചേസിലും ഡേറ്റ് ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക്